സുന്ദരിയാണ് നടി മമത മോഹൻദാസ്. മയൂഖം എന്ന ചിത്രത്തിലൂടെ നായികയായി എത്തി തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് മുന്നിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയിരിക്കുകയാണ് നടി. തമിഴിലും തെലുങ്കിലുമെല്ലാം സജീവമാണ് താരം. നടി എന്നതിനേക്കാൾ ഉപരി മികച്ചൊരു ഗായിക കൂടിയാണ് മമത. സിനിമയിൽ സജീവമായി നിൽക്കുന്നതിനിടെയായിരുന്നു ക്യാൻസർ എന്ന മഹാവ്യാധി താരത്തെ പിടികൂടിയത്. അതോടെ സിനിമയിൽ നിന്നും നടിക്ക് ഇടവേള എടുക്കേണ്ടി വന്നു. എന്നാൽ തന്റെ മനക്കരുത്തുകൊണ്ട് വലിയൊരു തിരിച്ചുവരവായിരുന്നു മമത തന്റെ ജീവിതത്തിലേക്കും സിനിമയിലേക്കും നടത്തിയത്. തിരിച്ചു വന്നപ്പോഴും മികച്ച വേഷങ്ങൾ തന്നെയാണ് മമതയ്ക്ക് ലഭിച്ചിരുന്നത്. ക്യാൻസർ ബാധിച്ച നാളുകളെക്കുറിച്ച് മമത നേരത്തെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ചികിത്സാ കാലയളവിലാണ് നടി വിവാഹമോചനം നേടുന്നത്. 2011 പ്രജിത് പത്മനാഭൻ എന്ന ബിസിനസ്സുകാരനെ മമത വിവാഹം ചെയ്യുന്നത്. ബഹ്റിനിലെ വലിയ ബിസിനസ്സുകാരനായിരുന്നു പ്രജിത്ത്. എന്നാൽ വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇവർ വേർപിരിഞ്ഞു. തന്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പൊതുവെ നടിക്ക് താല്പര്യമില്ല. അതുകൊണ്ടും തന്നെ വിവാഹമോചനത്തെക്കുറിച്ചോ കുടുംബജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചോ മമത എവിടെയും സംസാരിക്കാറില്ല. എന്നാൽ ഇപ്പോഴാ തന്റെ പ്രണയബന്ധത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് മമത. തനിക്കൊരു പ്രണയമുണ്ടെന്നും താൻ സന്തോഷവതിയാണെന്നും ജീവിതം നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് നോക്കാമെന്നും മമത പറഞ്ഞു. തന്റെ മുൻ പ്രണയത്തെക്കുറിച്ച് മമത സംസാരിച്ചു. ലോസ് ആഞ്ചലീസിലായിരുന്നപ്പോൾ ഒരാളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. അതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അത് വർക്കായില്ല. എന്നെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് പ്രധാനമാണ്, പക്ഷേ ഈസി ഗോയിങ് ആയിരിക്കണം. ബന്ധങ്ങളിൽ നിന്നും ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെയും ബാധിക്കുന്ന സമ്മർദ്ദം എനിക്ക് ആവശ്യമില്ല. 1, 2, 3 ചാൻസ് കൊടുക്കാം, അതിനപ്പുറം പോയാൽ സ്ട്രെസ്ഫുൾ ആണ്. തനിക്കത് ആവശ്യമില്ല എന്നും മമത പറഞ്ഞു. തന്റെ ക്യാൻസർ രോഗത്തെ അഭിമുഖീകരിച്ചതിനെക്കുറിച്ചും മമത മനസ്സ് തുറന്ന് സംസാരിച്ചു. താനിപ്പോഴും പൂർണ്ണമായും രോഗമുക്തി നേടിയിട്ടില്ലെന്നും പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും മമത പറയുന്നു. എനിക്ക് റിഫ്രാക്ടറി കണ്ടീഷൻ ആയിരുന്നു. ഈ കണ്ടീഷനിൽ അസുഖം 2-3 വർഷം കൂടുമ്പോൾ വീണ്ടും വരും. ചിലപ്പോൾ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ കാലിൽ വരും. റെഡ് ഫ്ലാഗ്സ് വന്ന് കൊണ്ടേയിരിക്കും. ഈ അസുഖം എന്നെ ഇടയ്ക്ക് ശല്യം ചെയ്യുമെന്ന കാര്യം ഞാൻ കുറച്ചു വർഷം മുന്നേ മനസ്സിലാക്കി. പോരാട്ടം അവസാനിക്കുന്നില്ല, അതിനൊരു അവസാനമില്ല. ഇതിന് അവസാനം കാത്തിരുന്നാൽ നിരാശരാകും. ഈ പോരാട്ടത്തിന് ഒരു അവസാനം വരുമെന്ന് കരുതി പൊരുതുന്ന ചിന്താഗതി മാറ്റിയപ്പോൾ ജീവിതം എളുപ്പമായെന്നും മമത പറയുന്നു. ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ പോരാടിക്കൊണ്ടിരിക്കണം. ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ മൈൻഡ് സെറ്റ് ഞാൻ എന്ന് ഉൾക്കൊണ്ടോ അന്നു മുതൽ ജീവിതം വളരെ എളുപ്പമായെന്നും മമത വ്യക്തമാക്കി. അടുത്തിടെയാണ് വിറ്റിലിഗോ എന്ന കണ്ടീഷൻ തന്നെ ബാധിച്ചെന്ന് മമത തുറന്നു പറഞ്ഞത്. അമേരിക്കയിൽ പോയി ചികിത്സ നടത്തിയ ശേഷമാണ് പഴയ ജീവിതത്തിലേക്ക് താരം തിരിച്ചെത്തിയത്. ഒന്നിലേറെ വിഷമഘട്ടങ്ങൾ വന്നിട്ടും തളരാതെ മുന്നോട്ടു പോകാൻ കഴിയുന്ന മമത ഏവർക്കും പ്രചോദനമാണ്. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യുന്ന മമതയ്ക്ക് ആശ്വാസമായി ഒപ്പമുള്ള കുടുംബമാണ്.